രണ്ടാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെയുള്ള അല്ലെ 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി. രണ്ടാം പഴശ്ശി കാലഘട്ടം നമ്മളോട് എങ്ങനെയായിരുന്നു? 1800 1805 രണ്ടാം പഴശ്ശി കലാപം. ഇതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. ഇവിടെ നോക്കി, നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ് കേട്ടോ. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാണ് കാരണം. പഴശ്ശി സൈന്യത്തിലെ പരമപ്രധാനികൾ ഇടച്ചേന കുങ്കനും കൈത്തേരി അമ്പും. കൈത്തേരി ഇങ്ങനെയാണ് കൈത്തേരി. പഴശ്ശി സൈന്യത്തിലെ പരമപ്രധാനികൾ ഇടച്ചേന കുങ്കനും കൈത്തേരി അമ്പുമാണ് കേട്ടോ. പഴശ്ശിരാജയുടെ നായർ പടത്തൽ എന്നറിയപ്പെടുന്നത് ഇടച്ചേന കുങ്കൻ. പഴശ്ശിരാജയുടെ നായർ പടത്തൽ എന്നറിയപ്പെടുന്നത് ഇടച്ചേന കുങ്കൻ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന കുറിച്യരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാട്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പനമരം, വയനാട്. ഒന്നുകൂടി നോക്കാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ് കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ വർഷം നോക്കി 1800 1805. 3 പ്രാവശ്യം മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. ഓക്കെ. എന്തായിരുന്നു കാരണം? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു അല്ലെ. ഇപ്പൊ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് തന്നെയാണ് രണ്ടാം പഴശ്ശി തന്നെയാണ്. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശിയാണ്. പഴശ്ശി സൈന്യത്തിലെ പരമപ്രധാനികൾ ആരൊക്കെ എത്തുടാന്ന് പറഞ്ഞു നോക്കി. ഇടച്ചേന കുങ്കനും കൈത്തേരി അമ്പുമാണ് കേട്ടാ. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ അത് കുറെ പേരുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നോക്കി, പരമപ്രധാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കും തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. പക്ഷെ അതിൽ പരമപ്രധാനികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇരിക്കും? ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടാകും. നമുക്ക് അവരോട് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് പഴശ്ശിരാജയുടെ പരമപ്രധാനികൾ, പഴശ്ശി സൈന്യത്തിലെ പരമപ്രധാനികൾ എന്ന് പറയുന്നത് ഇടച്ചേന കുങ്കനും കൈത്തേരി അമ്പുവും തന്നെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഴശ്ശിരാജയുടെ നായർ പടത്തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ. പഴശ്ശിരാജയുടെ നായർ പടത്തലവനായിരുന്നു ആര്? ഇടച്ചേന കുങ്കൻ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന കുറിച്യരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന കുറിച്യരുടെ നേതാവായിരുന്നു തലയ്ക്കൽ ചന്തു. ഈ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാട്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പനമരം, വയനാട്. ഇത്രയും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. അപ്പൊ പനമരം കോട്ട പിടിച്ചെടുക്കപ്പെട്ട വർഷം 1802 ആണ് കേട്ടോ. പനമരം കോട്ട പിടിച്ചെടുക്കപ്പെട്ട വർഷം 1802. ആരൊക്കെ ചേർന്നാണ്? ഇടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത്. ഇടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും. മാറിപ്പോയത് ഇവിടെ കൈത്തേരി അമ്പു വരുന്നത്. ഒന്നാമത്തെ നോക്കി, പഴശ്ശിരാജയുടെ നായർ പടത്തലവനായിട്ടുള്ള ഇടച്ചേന കുങ്കൻ. അതുപോലെ തലയ്ക്കൽ ചന്തു സ്മാരകം പനമരവും, അതുപോലെ തന്നെ ഈ തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകമാണ് പനമരം അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. ആ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ, അല്ലെങ്കിൽ TH ബേബർ എന്ന് പറയും കേട്ടോ. SCR ടെക്സ്റ്റിൽ TH ബേബർ എന്നാണ്. TH ബേബർ. TH ബേബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ബാബർ എന്നല്ല, ബേബറാണ്. TH ബേബർ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്നു ആരും? തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ TH ബേബർ.
പഴശ്ശിരാജ മരണപ്പെട്ടത് 1805 നവംബർ 30 എവിടെ വെച്ചാണ്? വയനാട് മാനന്തവാടി മാവിലാൻ തോട്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള മാവിലാൻ തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ മരണപ്പെട്ടത്. പഴശ്ശിരാജ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള മാവിലാൻ തോട് എന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ ആർതർ വെല്ലസ്ലിയെ കുറിച്ച് പഠിച്ചു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആര്? ആർതർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു ആര്? തോമസ് ഹാർവേ ബാബർ. ഇവിടെ നോക്കേ, ഈ TH ബേബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ രൂപീകരിച്ച സൈനിക സംഘമാണ് ഹോൾക്കർ. TH ബേബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ രൂപീകരിച്ച സൈനിക സംഘമായിരുന്നു ഏത്? ഹോൾക്കർ. എന്തിനു വേണ്ടിയിട്ടാണ് TH ബേബർ ഈ സൈനിക സംഘം രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ പഴശ്ശിയെ പിടികൂടുവാൻ വേണ്ടിയാണ് ഹോൾക്കർ എന്ന പ്രത്യേക സൈനിക സംഘം രൂപീകരിച്ചത്. പഴശ്ശിരാജ മരണപ്പെട്ട വർഷം നോക്കലേ 1805 നവംബർ 30. എവിടെയാണ്? വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള മാവിലാൻ തോട് എന്ന സ്ഥലത്ത് വെച്ച്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്തുള്ള മാവിലാൻ തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ മരണപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KM കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KM കുറുപ്പ് കേട്ടോ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KM കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KM കുറുപ്പ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചായിരുന്നു സർദാർ KM പണിക്കരായിരുന്നു. ഒക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. പഴശ്ശി സ്മാരകം എവിടെയാണ് നോക്കണം? മാനന്തവാടി. എന്താ പഴശ്ശി സ്മാരകം? ക്ലിയറായോ? മാനന്തവാടി. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം ഒന്ന് പറഞ്ഞു നോക്കി. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് കേട്ടോ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരാണ്. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴയിലാണ്. പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴ. പഴശ്ശി സ്മാരകം പറഞ്ഞു. അത് ശവകുടീരം എവിടെയാണ്? ശവകുടീരം അത് മാനന്തവാടി തന്നെയാണ് കേട്ടോ. ശവകുടീരവും മാനന്തവാടി തന്നെയാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ശവകുടീരം. പഴശ്ശി ശവകുടീരത്തിന് ഇംഗ്ലീഷ് പേര് പഴശ്ശി ടോം എന്നാണ്. ചിലപ്പോൾ മലയാളിയിലേക്ക് ചിലപ്പോൾ ടോം എവിടെയാണ് ചോദിച്ചാലും ഉത്തരം വരിക മാനന്തവാടി തന്നെയാണ് കേട്ടോ. ടോംബ് ശവകുടീരം സ്മാരകവും മാനന്തവാടി. ടോം എന്ന് പറഞ്ഞാൽ ശവകുടീരം ഇംഗ്ലീഷ് പേരാണ് ടോംബ്. പഴശ്ശി ടോംബ് എവിടെയാണ്? പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി ശവകുടീരം എവിടെയാണ്? ഇതിന്റെ കുറച്ച് ആൻസർ ചെയ്യുന്നത് മാനന്തവാടിയാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. ഓക്കെയാണോ? പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറത്താണ് കേട്ടോ. ഇത്രയും ഒക്കെയാണ് വിചാരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പാസ്സാവാനാണ്. പ്രത്യേകിച്ച് ജൂലൈ 18 വരുന്ന പരീക്ഷകൾക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ കേരള മുന്നേറ്റങ്ങൾ നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ.